നമസ്കാരം. കുക്കൂസ് നെസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കുക്കൂസ് നെസ്റ്റിൽ ആദ്യമായി വരുന്ന സെഗ്മെന്റ് ഹോം ബ്യൂട്ടിയാണ്. അകത്തളങ്ങൾ സുന്ദരമാക്കാനുള്ള കാഴ്ചകളുമായി ഹോം ബ്യൂട്ടി ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പലതരം മെറ്റീരിയലുകളിൽ ഇന്ന് ഫ്ലവർ വേസ് ലഭ്യമാണ്. എല്ലാത്തിലും പൂക്കൾ വെക്കണമെന്നുമില്ല. അല്ലാതെ തന്നെ അതിന്റെ ഡിസൈൻ ഭംഗിയുണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ടും നമുക്ക് ഈ ഫ്ലവർ വേസ്, ഈ വേസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഫ്ലവർ വേസുകളുടെ അഥവാ വേസുകളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഹോം ബ്യൂട്ടിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. കുറെ വൈവിധ്യമാർന്ന വേസുകളുടെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ലഭ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ വേസ് എന്നുള്ള പദമൊക്കെ മാറിപ്പോയി. കാരണം ഫ്ലവേഴ്സ് ഒന്നും ഇപ്പോൾ വെക്കേണ്ട. ഇതുപോലെ തന്നെ ഈ ഡെക്കറേറ്റീവ് പീസായിട്ട് ഈ വേസുകളൊക്കെ കൊണ്ട് വീട്ടിനുള്ളിൽ വെച്ചാൽ മതി. ഇന്റീരിയർ അതിമനോഹരമാകും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന്. ഹലോ ആൽവിൻ. അപ്പോൾ ഇപ്പോൾ വേസുകൾ ഒരുപാട് മൂവിങ് ആണ് അല്ലേ? ഒരുപാട് മൂവിങ് ആണ്. ട്രെൻഡി ആണ് ഇപ്പോൾ ശരിക്കും അല്ലേ? ട്രെൻഡിയാണ്. ഇപ്പം ഒരുപാട് ഐറ്റം ഫ്ലവർ പിന്നെ ഗ്ലാസ്സിൽ വരുന്നുണ്ട്, സെറാമിക് എല്ലാം സെറാമിക് വരുന്നുണ്ട്, പിന്നെ വുഡൻ കോട്ടഡ് ആയിട്ട് അതിൽ ഓരോ ഡിഫറെന്റ് ഷെയ്ഡ്സ് കൊടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കേട്ടില്ലേ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സെറാമിക്കിലുണ്ട്, ഗ്ലാസ്സിലുണ്ട്, അതുപോലെ വുഡ് കോട്ടഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ? ആ ഫിനിഷിൽ ഇപ്പൊ ഇത് കണ്ടില്ലേ, പഴയ എന്താ വീഞ്ഞു ഭരണിയുടെ ഒക്കെ ഒരു രൂപമാണ് കണ്ടില്ലേ. ഏകദേശം ഇതിപ്പോ മേശപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ എന്നെക്കാട്ടില് ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ ഇത് കോർണർ ബേസ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ വീടിന്റെ ഓരോ കോർണറിലായിട്ട് മൂലകളിലായിട്ട് ഇതിങ്ങനെ വെക്കാം. അപ്പൊ അതിന് ഫ്ലവേഴ്സ് ഉപയോഗിക്കേണ്ട. ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം, ഇല്ലാതെയും വെക്കാം. വുഡൻ ടെക്സ്ചർ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്റീരിയറിൽ ഇപ്പൊ നമ്മൾ വുഡ് ഫർണിച്ചർ ഒക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അല്ലേ? ഇപ്പൊ ഫാബ്രിക്സ് ആണ് കൂടുതൽ പോവാറ്. മാച്ചിങ് കളേഴ്സിന് വെച്ചിട്ടും അതുപോലെ തന്നെ ടീപ്പോ, കാർപ്പറ്റ്, അങ്ങനെ എല്ലാ ഓരോ രീതി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ മാച്ചിങ് ആയിട്ടുള്ള എല്ലാ ഫർണിഷിങ്ങും അഫോൾസ്റ്ററിയും ഒക്കെ തിരഞ്ഞെടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഇതിങ്ങനെ കോർണറിൽ സ്ഥാപിക്കാം. അപ്പൊ ഈ ഒരു വുഡ് കോട്ടഡിനൊക്കെ എത്ര റേഞ്ച് മുതലുണ്ട്? സ്റ്റാർട്ടിങ് ഒരു 1200 മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് വുഡ് കോട്ടിൽ വരുന്നുണ്ട്. ഓക്കെ, 1200 രൂപ മുതൽ നമുക്ക് ഇത്തരം ഡെക്കറേറ്റീവ് പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നല്ല ഭംഗിയാണ് അല്ലേ? നല്ല സ്റ്റൈലിഷ് ആണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല്. പിന്നെ ഇത് ഇപ്പൊ നമ്മൾ പണ്ട് വേസ് എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ ആ ഷേപ്പിനെ ഒക്കെ നമ്മൾ മറികടന്നിരിക്കുകയാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും വേസുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഒരു ബോട്ടിലിന്റെ ഷേപ്പാണ്. കഴുത്തിന് നീളം കൂടുതലുള്ള ഒരു ബോട്ടിൽ. അതാണ് ട്രഡീഷണൽ ആണ്. ഒരു ആന്റിക് ലുക്ക് ഉണ്ട്. അപ്പൊ അതിനകത്തൊരു ചെറിയൊരു ഗോൾഡൻ ടെക്സ്ചർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആന്റിക് ലുക്ക് തരുന്ന ഒന്നാണ് ഇത്. ഇതും ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് വെക്കാം, വെക്കാണ്ടേ ഉപയോഗിക്കാം അല്ലേ? വെക്കാണ്ടേ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഇതാണ് ഈ ഒരു സ്റ്റൈല്. ബോട്ടിൽ, കഴുത്ത് വളഞ്ഞ ബോട്ടിലിന്റെ ഷേപ്പ്. ഇതെന്ത് ടെക്സ്ചറാണ്? അത് സെറാമിക്കിൽ പെയിന്റിംഗ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സെറാമിക്കില് പെയിന്റിംഗ് കൊടുത്ത് കഴുത്തില് മാലയൊക്കെ തൂക്കി വന്നിരിക്കുകയാണ്. ശരിക്കും ഇതുപോലത്തെ ബോട്ടിൽസ് ഉണ്ട് അല്ലേ? ഇതുപോലെ പഴയ ഉപയോഗിച്ചിരുന്ന ബോട്ടിൽസ് ആണ്. അപ്പൊ അതുപോലത്തെ ബോട്ടിലാണിത്. ഇത് സെറാമിക്കിലാണ് ചെയ്തിരിക്കുന്നത്. സെറാമിക് ഒക്കെ നമുക്ക് എത്ര റേഞ്ച് മുതലുണ്ട്? സെറാമിക് സ്റ്റാർട്ടിംഗ് ചെറിയത് 390 മുതൽ സ്റ്റാർട്ടിംഗ്. ഓ അത് ശരി. അപ്പം സെറാമിക് വേസസ് നമുക്ക് 300 രൂപ മുതൽ കിട്ടും. ചെറിയ സൈസ് അനുസരിച്ച് വില വ്യത്യാസം വരും. പിന്നെ അതുപോലെ അതിന്റെ വർക്കും ഇപ്പൊ ഷേപ്പിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൽ പെയിന്റിംഗ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. എന്നാലും ചെറിയ സെറാമിക് പോട്ട്സിന് 300 രൂപ മുതൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് ഗ്ലാസ്സിലുള്ള വിരുദ്ധൻ, ഇത് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? മെയിൻറ്റെയിൻ ചെയ്യാൻ വീടിനുള്ളിൽ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടു. പക്ഷെ അസലാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതെല്ലാ കളേഴ്സും കിട്ടുമോ? ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. അപ്പൊ ഇത് ഗ്ലാസ് ബേസ് ആണ്. വളരെ ഭംഗിയാണ് കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റൈലായിരിക്കും. ഇതിൽ നമുക്ക് റെഡും ഒക്കെ കിട്ടും. റെഡ്, പിങ്ക് ഒക്കെ. ഓക്കെ ഓക്കെ. ഗ്ലാസ് ബേസിന് എങ്ങനെയാണ് റേഞ്ച് വരുന്നത്? സൈസ് അനുസരിച്ച്.
ഗ്ലാസ് വേസിന് ചെറിയ സൈസ് 750 രൂപ മുതൽ വിലയുണ്ട്. അതിന്റെ സൈസ് അനുസരിച്ചും പിന്നെ ഭംഗി അനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ചെലവാക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഇന്റീരിയറിൽ ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ആലോചിക്കായിരുന്നു, ചുവരുകൾക്ക് നീല നിറമോ അല്ലെ ചെറിയ എന്താ പറയാ ബ്ലൂ ബേസ്ഡ് വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെഡ്റൂമിൽ തന്നെ നമുക്കിത് വെക്കാവുന്നതാണ്, സെറ്റ് ചെയ്യാവുന്നതാണ്, നല്ല ഭംഗിയായിരിക്കും. പിന്നെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒന്നാണ് ഇത്. നമ്മൾ ഈ പണ്ട് നമ്മള് ചുവരിൽ വാൾ പെയിന്റിങ്സ് വെക്കും, ഇങ്ങനെ വീടും മരവും പൂക്കളും ഒക്കെ ആയിട്ട്. അതിപ്പോ വേസിലുണ്ട്. പിന്നെ ഈ വേസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഒരു പരുപരുത്ത പ്രതലാണ്, മാറ്റ് ഫിനിഷ് ആണ്. ഇത് സെറാമിക് ആണ്. ഓക്കെ, എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഈ ഒരു 1600 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചെറിയ സൈസും കിട്ടും, ഷേപ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് വെക്കേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ ഇതിൽ തന്നെ ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മള് വാൾ പെയിന്റിങ്സ് ഒക്കെ പണ്ട് നമ്മൾ വെക്കും, ഈ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട്. അതിനൊക്കെ പകരമായിട്ട് നല്ല പോലെ ഇവിടെ തന്നെ, പക്ഷെ ഈ പരുപരുത്ത പ്രതലമാണ്, പക്ഷെ ഇവിടെ നല്ല ഗ്ലോസി ഫിനിഷ് ആണ്, ഇനാമൽ കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്ലവേഴ്സ് വെക്കേണ്ട കാര്യമില്ല, ശരിക്കും ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ അടുത്തതാണ് ഇത്. ഇതിന്റെ പിന്നെ ഒരു കൺവെൻഷണൽ ഒരു ഷേപ്പ് പോലെ തോന്നും, പക്ഷെ എന്നാലും അത് സെറാമിക് ആണ്, സിമ്പിൾ ഡിസൈൻ ആണ്. പിന്നെ വൈറ്റും ബ്ലാക്കും എപ്പോഴും നമ്മൾ എവർഗ്രീൻ കളേഴ്സിലെ ക്ലാസിക് കളേഴ്സ് എന്ന് നമ്മൾ പറയുന്നതാണ്, നിറവാണ് വൈറ്റ്. ചിലർക്കൊക്കെ ഇന്റീരിയർ ചെയ്യാൻ വെള്ള നിറമാണ് ഇഷ്ടം. അപ്പോൾസ്റ്റർ ചെയ്യുന്നവരൊക്കെ ചിലത് വൈറ്റ് ചെയ്യുമല്ലോ. അതുപോലെ ബെഡ്റൂമിൽ ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നന്നായിട്ട് നമുക്ക് ഈ വൈറ്റ് കളർ വേസുകൾ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയാ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള 3 കളേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓറഞ്ച്, ബ്ലൂ, പിന്നെ നല്ല ഒരു പിസ്ത ഗ്രീനിനെക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ. ഇത് ഗ്ലാസ് ആണോ? ഗ്ലാസ് ആണ്. ഓക്കെ, നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ ഇതില് അതെ അല്ലെ, സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രസമായിരിക്കും വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ. കളർ തീം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിന്റെ മുകളിൽ എന്ത് ഡിസൈൻ ആണ് വന്നേക്കുന്നത്? സെറാമിക് ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുമോ ഈ ഫ്ലവേഴ്സ് ഒക്കെ? നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഗ്ലാസ് ഒക്കെ ഉള്ള വേസുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചാലും കുറച്ചൊരു മെയിൻ്റനൻസിൽ ശ്രദ്ധ കാണിക്കണം. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും വീടിന്റെ ഇന്റീരിയർ എന്തുകൊണ്ടും അഴകാർന്നതാവും, അതിലൊരു സംശയമില്ല അല്ലേ. നല്ല മൂവിംഗ് ആണ്, നല്ല മൂവിംഗ് ആണ്. പിന്നെ ഏറ്റവും എല്ലാവരും കൂടുതൽ വാങ്ങിക്കുന്നത് ഏതാണ്? സെറാമിക് ആണോ ഗ്ലാസ് ആണോ? സെറാമിക് തന്നെയാണ്. പിന്നെ ഗ്ലാസ് കളറിനനുസരിച്ച് കോമ്പിനേഷൻ പോവാറുണ്ട്. ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കും. ഓക്കെ ഓക്കെ, എന്തായാലും വളരെ ഭംഗിയാണ്. ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ആ തീമിന് അനുയോജ്യമായ ഒരു വേസ് ആണിത്. പിന്നെ ഒരു സിക്സാക് ഷേപ്പിൽ ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ, ഇത് അതെന്താണ്? സെറാമിക് ആണോ? സെറാമിക് സ്റ്റീൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓരോ ഷേപ്സിൽ പല വെറൈറ്റീസ്. ഓക്കെ ഓക്കെ, ഇത് 2 മനുഷ്യരുടെ തല ഒരു ലവ് സിംബൽ ഒക്കെ കൊടുത്തിട്ട് എനിക്കൊന്ന് ബെഡ്റൂംസിലൊക്കെ നന്നായിരിക്കും തോന്നുന്നു. എന്തായാലും ഇതിനൊരു 950 വരുന്നുണ്ട് പ്രൈസ്, 950 രൂപ. ഇതിന്റെ സൈസ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നെ മാത്രമല്ല വർക്കും ഉണ്ട് നന്നായിട്ട്, സെറാമിക് ചെയ്തിട്ട് പക്ഷേ നല്ല സ്റ്റീൽ ഫിനിഷ് അല്ലേ തോന്നുന്നത്. അപ്പൊ അതിൽ സ്റ്റീൽ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വർക്കിനനുസരിച്ചുള്ള കോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകതയുമുണ്ട്. ശരിക്കും കോണ്ടംപററി ഡിസൈൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഡിസൈനുകളുള്ള വീടുകൾക്ക് റൂംസിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള വേസ് ആണ് ഇത്. പിന്നെ അടുത്തൊരു കക്ഷി നല്ല തിളക്കത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇതെന്താണ്? സെറാമിക് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസൈനില് വളരെ വ്യത്യസ്തത തോന്നുന്ന തരത്തിലുള്ള ഒന്നാണിത്. പിന്നെ കളർ വളരെ അട്രാക്റ്റീവ് ആണ്. നമുക്ക് നല്ലൊരു നമ്മൾ സാധാരണ ഇപ്പൊ കോപ്പർ ഫിനിഷിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ. അപ്പൊ ഓൾമോസ്റ്റ് ഒരു കോപ്പർ ഫിനിഷ് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേസ് ആണ് ഇത്. ഇതും സെറാമിക് തന്നെയാണ്. പിന്നെ അതില് മുകളിൽ കോട്ടിംഗ് കൊടുക്കുന്നതാണ്. ഇതും ഏകദേശം 950 രൂപ വില വരുന്നുണ്ട് ഇതിന്. അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർക്ക് കൂടുതലുണ്ട് ഇതിൽ. ഓരോ ഫിനിഷാണ് ഇവിടെ ആണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ ഇവിടെ കുറച്ചൊരു ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ വില കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേസുകളാണ് അല്ലേ. അപ്പൊ എന്തായാലും ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് വേസുകൾ എന്ന് പറയുന്നത്. അത് പണ്ടത്തെ പോലെ ഇന്നും ട്രെൻഡിയാണ്, എവർഗ്രീൻ ഫാഷനാണ് അല്ലേ. നമ്മുടെ വീടിനുള്ളിൽ
അപ്പൊ ആൽവിൻ പറഞ്ഞു തന്നു നമുക്ക് എത്ര തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടെന്ന്. അപ്പൊ സെറാമിക് ഉണ്ട്, ഗ്ലാസ് വേസസ് ഉണ്ട്, വുഡ് കോട്ടിംഗ് ഉണ്ട്, ടെറാക്കോട്ടയുണ്ട്. അപ്പോൾ നമുക്ക് വീടിന്റെ മൂലകളിലായിട്ട് കോർണേഴ്സിലായിട്ട് സ്ഥാപിക്കാനും നല്ലതാണ്. അതിൽ ടീപ്പോയിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ എല്ലാ മുറികളിലും മുറികളുടെ തീം അനുസരിച്ച് വേസുകൾ വെക്കുന്ന ഫാഷനുണ്ട്, അത് ട്രെൻഡാണ്. അപ്പം ഇന്റീരിയേഴ്സ് മനോഹരമാക്കാനായിട്ട് ഈ ഡെക്കോർ പീസസ് വാങ്ങിച്ചു വെക്കാം. അപ്പൊ വേസുകളാകട്ടെ ഇനി നമ്മളുടെ വീടിനുള്ളിലെ താരങ്ങൾ അല്ലേ ആൽവിൻ? താങ്ക് യു സോ മച്ച് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. അപ്പൊ എന്തായാലും മറ്റൊരു ഹോം ബ്യൂട്ടി സെഗ്മെന്റിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.